നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മണ്ണുത്തിയിൽ മുന്തിരിപ്പെട്ടിയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനകൾക്കെതിരെ നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് കേരളോത്സവം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് SI സുനിൽകുമാറും സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ 2 ബൈക്ക് മോഷ്ടാക്കൾ പിടിയിലായി. വാർത്തകൾ വിശദമായി. മണ്ണുത്തിയിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. ലോറിയിൽ മുന്തിരിപ്പെട്ടികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. 2 പേർ പിടിയിൽ. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. എക്സൈസിന്റെ കമ്മീഷണർ സ്ക്വാഡും തൃശൂർ റേഞ്ചും സംയുക്തമായി ബുധനാഴ്ച പുലർച്ചെ മണ്ണുത്തി ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് സ്പിരിറ്റ് പിടികൂടിയത്. 79 കന്നാസുകളിലായിട്ടാണ് 2600 ലിറ്റർ സ്പിരിറ്റ് കടത്തിയത്. സംഭവത്തിൽ പാലക്കാട് സ്വദേശി ഹരി, പഴവിൽ സ്വദേശി പ്രദീപ് എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് മുന്തിരി കച്ചവടത്തിന്റെ മറവിൽ കൊണ്ടുവന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. തൃശൂർ സ്വദേശിക്ക് കൈമാറാൻ ലക്ഷ്യം വെച്ചായിരുന്നു പ്രതികൾ സ്പിരിറ്റ് കൊണ്ടുവന്നത്. ഇതിനിടെയാണ് എക്സൈസ് പിടികൂടിയത്. അതേസമയം സ്പിരിറ്റ് വാങ്ങാൻ കാറിൽ എത്തിയയാൾ എക്സൈസിനെ വെട്ടിച്ച് വാഹനത്തിൽ രക്ഷപ്പെട്ടു. ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും വലിയ അളവിൽ സ്പിരിറ്റ് കൊണ്ടുവന്നത്, എന്തിനാണ് സ്പിരിറ്റ് കൊണ്ടുവന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും എക്സൈസ് അന്വേഷിക്കും. നടത്തറ മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. മൂർക്കിനിക്കര കൃഷിഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മൂർക്കിനിക്കര സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. വെട്ടിക്കുറച്ച പച്ചക്കറി കർഷകരുടെ വളം സബ്സിഡി പുനഃസ്ഥാപിക്കുക, പ്രളയ നഷ്ടപരിഹാരം നൽകാൻ അധികാരികൾ പറഞ്ഞ വാക്ക് പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കർഷക കോൺഗ്രസ് നടത്തറ മണ്ഡലം പ്രസിഡന്റ് TV ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പോൾ, ML ബേബി, ബിന്ദു കാട്ടുങ്ങൽ, മിനി വിനോദ്, ജിത് ചാക്കോ, ഉണ്ണി കൊച്ചുപുരയ്ക്കൽ, BA കൃഷ്ണൻ, ജോയ് കുളങ്ങര, വാസു പോലുവളപ്പിൽ, ES അനിരുദ്ധൻ, TP മാധവൻ, സരിത സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. അവര് ഒരു കണക്കിന് രക്ഷപ്പെട്ടതാണ്. എന്നിട്ട് അവരെ സഹായിക്കാതെ ഇങ്ങനെ ജനങ്ങളെ ക്രൂരമായി ദ്രോഹിച്ച ഈ PC ഡാം ഇറിഗേഷൻ അധികൃതർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ സർക്കാർ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പിണറായി സർക്കാർ ഇതിനു മുൻപും ഒരു പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ട്. 2018 കേരളത്തിലെ എല്ലാ ഡാമുകളും തുറന്നു വിട്ടുകൊണ്ട് കേരളത്തിലെ 1650 വില്ലേജുകളിൽ 1250 വില്ലേജുകളിൽ വെള്ളം കയറി. അന്ന് 450ഓളം ആളുകൾ മരിച്ചിരുന്നു. മൃഗങ്ങളെല്ലാം ചത്തുവീണു, വീടുകളെല്ലാം നശിച്ചു, റോഡുകൾ തകർന്നു. എന്നിട്ട് ആ പ്രളയത്തിൽ ലോകരാഷ്ട്രങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഫണ്ട് വന്നു. അമേരിക്ക തന്നെ 150 കോടിയോളം കൊടുത്തു. എത്ര ഫണ്ട് വന്നു, എത്ര ചെലവാക്കിയെന്ന് യാതൊരു കണക്കുമില്ല. അന്ന് വീട് പോയവർക്കും മരിച്ചവരുടെ ആശ്രിതർക്കും നക്കാപ്പിച്ച കൊടുത്ത് അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് വയനാട്ടിൽ ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് നടന്ന ദുരിതത്തിൽ
അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വരുന്ന ഫണ്ട് എത്ര വന്നു, എത്ര ചെലവാക്കിയെന്ന് പറയണമെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു. അത് പ്രകാരം അവിടെ വന്നിട്ടുള്ള 550 കോടി രൂപ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടുള്ള ഒരു കണക്ക് അവതരിപ്പിച്ചു. കാപ്പ നിയമം ലംഘിച്ച പ്രതിയെ അതിസാഹസികമായി കീഴടക്കി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും കാപ്പ പ്രകാരം ജില്ലയിൽ പ്രവേശന അനുമതി നിഷേധിച്ചിട്ടുള്ളതായ ഇരവിമംഗലം സ്വദേശിയായ നെടുമല വീട്ടിൽ റബ്ബർ മനു എന്ന് വിളിക്കുന്ന 27 വയസ്സുള്ള മനു എന്നയാളെയാണ് 2 മണിക്കൂറിലധികം നീണ്ട അതിസാഹസികമായ പ്രയത്നത്തിലൂടെ ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് സംഘവും ചേർന്ന് പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെ 1:30 ഒല്ലൂർ സ്റ്റേഷൻ റൌഡിയും കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത മനു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് കാപ്പ ഉത്തരവ് ലംഘിച്ച് വീട്ടിൽ വന്നു പോകുന്നതായി ഒല്ലൂർ സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. പ്രതിയുടെ ഇരവിമംഗലത്തുള്ള വീട്ടിൽ പോയി പരിശോധിച്ചതിൽ പ്രതി വീടിനകത്തുള്ളതായി വ്യക്തമായതിനെ തുടർന്ന് 1 മണിക്കൂർ സമയം എടുത്തിട്ടും വാതിൽ തുറക്കാതിരുന്ന പ്രതി പിന്നീട് ഓട് പൊളിച്ച് വീടിന് മുകളിൽ കയറി വെല്ലുവിളി ഉയർത്തുകയായിരുന്നു. ഇക്കാര്യം അറിഞ്ഞ ഉടൻ ഒല്ലൂർ ഇൻസ്പെക്ടർ TP ഫർഷാദിന്റെ നിർദ്ദേശപ്രകാരം നൈറ്റ് ഓഫീസറായിരുന്ന വടക്കാഞ്ചേരി ഇൻസ്പെക്ടർ റിജിൻ M. തോമസ്, ഒല്ലൂർ സ്റ്റേഷൻ നൈറ്റ് ഓഫീസറായ സബ് ഇൻസ്പെക്ടർ സിജു എന്നിവർ ഉൾപ്പെടെയുള്ള പോലീസ് സേനാംഗങ്ങളും സ്ഥലത്തെത്തിച്ചേർന്നു. പ്രതി സമീപത്തുള്ള മറ്റ് 3 വീടുകളുടെ ഓടിന് മുകളിലേക്ക് ചാടി ഓടിക്കയറി 2 മണിക്കൂറിലധികം സമയത്തെ നിരന്തര പ്രയത്നത്തിലൂടെ അതിസാഹസികമായി പ്രതിയുടെ വീടിനോട് ചേർന്നുള്ള വീടിന്റെ ഓടിന് മുകളിൽ കയറിയ പ്രതിയെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കുകയായിരുന്നു. പ്രതിക്ക് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ 10ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇരവിമംഗലം ഷഷ്ടിക്ക് പ്രതിക്കെതിരെ ആംസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വർഷത്തെ ഷഷ്ടി ശനിയാഴ്ച ആഘോഷിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ പ്രതിയെക്കുറിച്ച് വിവരം മനസ്സിലാക്കി പിടികൂടാൻ ഒല്ലൂർ പോലീസിന് സാധിച്ചു എന്നതും വലിയ നേട്ടമാണ്. അന്വേഷണ സംഘത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ വിശ്വേശ്വരൻ, വിജിത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു, സിവിൽ പോലീസ് ഓഫീസർ അനീഷ് എന്നിവർ ഉണ്ടായിരുന്നു. സ്വാഗത ഗാനാലാപനവുമായി 3ാം വർഷത്തിലേക്ക്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആലപിക്കാനുള്ള സ്വാഗത ഗാനത്തിന്റെ പരിശീലനത്തിലാണ് ജില്ലയിലെ 50ഓളം അധ്യാപകർ. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലാണ് സ്വാഗത ഗാനാലാപനത്തിന്റെ പരിശീലനം നടക്കുന്നത്. 6 മിനിറ്റോളം ദൈർഘ്യമുള്ള ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് കവി രുദ്രൻ വാര്യത്താണ്. സംഗീതം നൽകിയിരിക്കുന്നതാകട്ടെ അധ്യാപകൻ കൂടിയായ സുന്ദർ പുന്നിയൂർക്കുളമാണ്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 50ഓളം അധ്യാപകരാണ് ഗായകർ. കലാധ്യാപികയായ അജിത ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള ഈ 50 അംഗ സംഘം തന്നെയാണ് കഴിഞ്ഞ 3 വർഷമായി ജില്ലാ കലോത്സവത്തിന്റെ സ്വാഗത ഗാനവുമായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2024 മത്സരങ്ങളുടെ ഉദ്ഘാടനം എങ്കക്കാട് BCW ടെന്നീസ് കോർട്ടിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അംഗം C സുരേഷ്, കേരളോത്സവം യൂത്ത് കോർഡിനേറ്റർ അമൽ റാം, സംഘാടക സമിതി ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം CK ബൈജു എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2025 ജനുവരി സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അഥവാ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം.
പ്രോഗ്രാമിൽ മികവ് പുലർത്തുന്നവർക്ക് തൊഴിൽ ഉറപ്പുവരുത്തുന്നതിനുള്ള സേവനങ്ങളും എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്തുള്ള ഏജൻസികളുടെ സഹകരണത്തോടെ നടത്തും. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന NRC ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 9846033001. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഗമം നടന്നു. പെരിങ്ങാവ് ദേവസ്വം പ്രസിഡന്റ് E. കൃഷ്ണൻ അധ്യക്ഷനായി. സംഗമം പെരിങ്ങാവ് ഡിവിഷൻ കൗൺസിലർ NA ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. പൂരപ്രേമി സംഘം പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട്, മണികണ്ഠൻ വെളപ്പായ, കൃഷ്ണ കിഷോർ, ഹരിദാസ് MP, പ്രേംകുമാർ കുറ്റുമുക്ക്, സജീഷ് കുന്നമ്പത്ത്, രാമചന്ദ്രൻ കടവിൽ എന്നിവർ ആശംസകൾ നേർന്നു. ആചാര സംരക്ഷണ പ്രതിജ്ഞ CR വേണുഗോപാൽ ചൊല്ലിക്കൊടുത്തു. ER വേണുഗോപാൽ നന്ദി അർപ്പിച്ചു. കൊച്ചിൻ ഹീറോസ് മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയുടെ സിൽവർ ജൂബിലി ആഘോഷവും മെഗാ ഷോ ഉദ്ഘാടനവും ഡിസംബർ 6 വൈകിട്ട് 5 മണിക്ക് ടൗൺ ഹാളിൽ നടത്തുമെന്ന് ഡേവിസ് കണ്ണനായ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ RLV രാമകൃഷ്ണൻ സൂപ്പർ മെഗാ ഷോ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ഹീറോസ് 25 കുട്ടികൾക്ക് സൗജന്യ ഡിപ്ലോമ എടുക്കാൻ അവസരം നൽകും. കൊച്ചിൻ ഹീറോസുമായി സഹകരിച്ച 25 കലാകാരന്മാരെ ആദരിക്കും. കലാകാരന്മാർക്കും ആസ്വാദകർക്കും ആവശ്യമായ എല്ലാം കോർത്തിണക്കി സിൽവർ ജൂബിലി വർഷം ആചരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ TS രഘുനാഥ്, ഡെന്നി S. കൊളക്കാടൻ എന്നിവരും പങ്കെടുത്തു. ദേശീയപാത നടത്തറയിലെ സിഗ്നൽ സംവിധാനം തകരാറിൽ. അപകടക്കെണിയായി ദേശീയപാത. ഏറെ വാഹനത്തിരക്കുള്ളതും നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നതുമായ ദേശീയപാത നടത്തറ സെന്ററിലെ സിഗ്നൽ സംവിധാനമാണ് തകരാറിലായത്. സിഗ്നൽ സംവിധാനം പ്രവർത്തനം നിലച്ചതോടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്ന അവസ്ഥയാണ്. ദേശീയപാതയുടെ ഇരുഭാഗത്തു നിന്നും വളരെ വേഗതയിൽ വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കാതെ മറ്റ് വാഹനങ്ങൾ റോഡ് കുറുകെ കടക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. വാഹന തിരക്കുള്ള സമയത്ത് ദേശീയപാതയിൽ ഉൾപ്പെടെ ഗതാഗത കുരുക്കിനും വഴിവെക്കുന്നുണ്ട്. എത്രയും വേഗം സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ കൊച്ചി സെന്ററിൽ 2025 ജനുവരി മാസം തുടങ്ങുന്ന വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. തിയറിയും പ്രാക്ടിക്കലും ഉൾപ്പെടെ 6 മാസമാണ് കോഴ്സിന്റെ കാലാവധി. 30 പേർക്കാണ് പ്രവേശനം. എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. നൂതന സോഫ്റ്റ്വെയറുകളിൽ പരിശീലനം നൽകും. കോഴ്സിന്റെ ഭാഗമായി പ്രായോഗിക പരിശീലനവും നൽകും. സർക്കാർ അംഗീകാരമുള്ള കോഴ്സിന് 34,500 രൂപയാണ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ OEC വിദ്യാർത്ഥികൾക്ക് നിയമപരമായ ഇളവ് ലഭിക്കും. +2 വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് www.keralaMediaacademy.org വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷാ ഫീസ് 300 രൂപ. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗക്കാർക്ക് 150 രൂപ. GPay, ട്രാൻസ്ഫർ, ബാങ്ക് മുഖേന അടച്ച രേഖയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഡിസംബർ 15. ഫോൺ നമ്പർ 0484 2422 275. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ബൈക്ക് മോഷണ കേസിലെ പ്രതികൾ കുടുങ്ങിയത് വാഹന പരിശോധനയിൽ. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുനിൽകുമാറും സംഘവും തൃശൂർ അശ്വിനി ജംഗ്ഷന് സമീപത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് ബൈക്ക് മോഷ്ടാക്കളായ തൃശൂർ പട്ടാള റോഡ് സ്വദേശിയായ 28 വയസ്സുള്ള മുത്തു, മാടക്കത്തറ പനമ്പള്ളി സ്വദേശി ജാതിക്കപ്പറമ്പിൽ 19 വയസ്സുള്ള തദേവൂസ് എന്നിവർ പിടിയിലായത്. പുറനാട്ടുകര സ്വദേശി പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന മോട്ടോർ സൈക്കിൾ നഷ്ടപ്പെട്ട കാര്യത്തിന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരികയായിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചും മറ്റും അന്വേഷിച്ചു വരുന്നതിനിടെയാണ് വാഹന പരിശോധനയിൽ പ്രതികളെ പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടയിൽ 2 പേർ മോട്ടോർ സൈക്കിളിൽ വരുന്നത് കണ്ട് തടഞ്ഞു നിർത്തി രേഖകൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നും ഓടിപ്പോകാൻ ശ്രമിക്കുകയും തുടർന്ന് 2 പേരെയും സബ് ഇൻസ്പെക്ടർ സുനിൽകുമാറും സംഘവും പിടിച്ചു നിർത്തുകയുമായിരുന്നു. വാഹന പരിശോധനയിൽ ഇവർ ഓടിച്ചു കൊണ്ടുവന്നിരുന്ന മോട്ടോർ സൈക്കിളിന്റെ നമ്പർ പ്ലേറ്റുകളിൽ ചില നമ്പറുകൾ ചുരണ്ടി മാറ്റിയതായിട്ടുള്ളതായി കാണപ്പെടുകയും അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയതിലുമാണ് ബൈക്ക് മോഷണ കേസിലെ വാഹനമാണെന്ന് വ്യക്തമായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സുനിൽകുമാർ, ബിപിൻ P. നായർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, സുനി, സാംസൺ, ശശിധരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ അജ്മൽ, സാംസൺ, സുഹീൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. തൃശൂർ ശബരിമല അയ്യപ്പ സേവാ സംഘം 14ാമത് ശക്തൻ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ശക്തൻ തമ്പുരാൻ നഗറിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 6-ന് വൈകിട്ട് 4:30-ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ ജ്യോതി ശക്തൻ നഗറിൽ വരവേൽപ്പ് നൽകും. വൈകിട്ട് 5 മണിക്ക് സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം നിർവഹിക്കും. സ്വാമി സത് സ്വരൂപാനന്ദ മുഖ്യപ്രഭാഷണം നടത്തും. കിട്ട് നായർ അധ്യക്ഷത വഹിക്കും. യോഗാനന്തരം അയ്യന്തോൾ സദ്ഗമയ തിരുവാതിരക്കളി അവതരിപ്പിക്കും. ഡിസംബർ 8-ന് ശബരിമല പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഭക്തന്മാരെ ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ MV നടേശൻ, മുരളി കോളങ്ങാട്, K. മുരളീധരൻ, AB വാസവൻ, AV രമേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തി ജനകീയ കൂട്ടായ്മ ചെയർമാൻ ഭാസ്കരൻ K. മാധവൻ, സർവീസ് റോഡരികിലെ കച്ചവടക്കാർ, വ്യാപാരി സംഘടനാ ഭാരവാഹി ബാബു, നാട്ടുകാർ എന്നിവർ ചേർന്ന് NHAI നടത്തുന്ന ജനദ്രോഹ നിർമ്മാണം തടഞ്ഞു. മേൽപ്പാലത്തിലെ വെള്ളം പൈപ്പുകൾ വഴി താഴേക്ക് ഇറക്കി റോഡിലേക്ക് തുറന്നുവിടുന്ന അവസ്ഥയിൽ നിർമ്മാണം നടത്തുന്നതാണ് തടഞ്ഞത്. മേൽപ്പാലത്തിലെ വെള്ളം റോഡിലേക്ക് തുറന്നുവിട്ടാൽ വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്കും പരിസരത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും വെള്ളം തെറിച്ച് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുമെന്നതിനാൽ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളും വ്യാപാരി സംഘടനകളും ചേർന്ന് പണികൾ നിർത്തിവെപ്പിച്ചു. കേരള ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം കുടിശ്ശിക ഈടാക്കുന്നതിനായി സർക്കാർ ജപ്തി ചെയ്ത ഒല്ലൂക്കര വില്ലേജിൽ മാനേജിംഗ് ട്രസ്റ്റി പുണ്യഭൂമി സനാതന നാഷണൽ ഡെയിലി ശ്രീറാം ചാരിറ്റബിൾ ട്രസ്റ്റ്, ശ്രീ നീലകണ്ഠപുരം ചെങ്കോട്ടക്കോണം തുണത്തിൽ PO തിരുവനന്തപുരം എന്ന പേരിലുള്ള ഒല്ലൂക്കര വില്ലേജിലെ സർവേ നമ്പർ 101/1-ൽപ്പെട്ട
13.63 ആർ ഭൂമിയും അതിലെ സകല കുഴിക്കൂറ് ചമയങ്ങളും ഡിസംബർ 12 രാവിലെ 11 ഒല്ലൂക്കര വില്ലേജ് ഓഫീസിൽ പരസ്യമായി ലേലം ചെയ്യും. ലേല നിബന്ധനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കും ഒല്ലൂക്കര വില്ലേജ് ഓഫീസുമായോ തൃശൂർ RR തഹസിൽദാരുടെ കാര്യാലയവുമായോ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0487 2333 പെരുവനം ഇന്റർനാഷണൽ വില്ലേജ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഡിസംബർ 7 അനുസ്മരണം, 8 സെമിനാർ, ജനുവരി 3, 4, 5 തീയതികളിൽ ഗ്രാമോത്സവം എന്നിവ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ സെമിനാറിലൂടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മേഖലകളിൽ നാം എങ്ങനെ അപരരെ ഉൾക്കൊള്ളുന്നു, കലർപ്പുള്ള സമൂഹമായി തീർന്നു എന്ന് അന്വേഷിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് സെമിനാർ കോർഡിനേറ്റർ കെ രാമചന്ദ്രൻ, ഡോക്ടർ അജയകുമാർ, ഫെസ്റ്റിവൽ ഡയറക്ടർ രാജീവ് മേനോൻ, ജനറൽ കൺവീനർ ദിനേശ് പെരുവനം, ശ്രീജ നടുവം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടവേള. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക്. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അരേക്കാപ്പ് ഊരുകൂട്ട അംഗങ്ങളായ വീരാൻകുടിയിലെ 8 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനായി സോളാർ റാന്തൽ വിതരണം ചെയ്യുന്നതിന് താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ ഡിസംബർ 9 വൈകിട്ട് 3 ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ലഭിക്കണം. സർക്കാർ കൊട്ടേഷൻ ബാധകമായ മുഴുവൻ നിയമങ്ങളും ഈ കൊട്ടേഷനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 048027061000 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി ജില്ലയിലെ ഹോം സ്റ്റേ സർവീസസ് വില്ല തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി പരിശീലന ക്ലാസ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 10 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ ഗുരുവായൂർ ഹോം സ്റ്റേയിൽ വെച്ച് ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് പരിശീലന ക്ലാസ് നൽകും. ഹോം സ്റ്റേ സർവീസസ് വില്ല ക്ലാസിഫിക്കേഷൻ നടപടികളെക്കുറിച്ച് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ശാരിക വി നായർ ക്ലാസ് എടുക്കും. തുടർന്ന് ഹോം സ്റ്റേ സംരംഭകർ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ PD ഷാജൻ, PM പുഷ്പകരൻ, ജോബി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന് ദർഗാസ് ക്ഷണിച്ചു. ദർഗാസുകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബർ 16 ഉച്ചയ്ക്ക് 12 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0480283337. പുന്നമ്പറമ്പ് ചിരിയങ്കണ്ടത്ത് വീട്ടിൽ പരേതനായ കുര്യപ്പൻ മകൻ വർഗീസ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9 മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടക്കും. ഭാര്യ ആനി, മക്കൾ റോബിൻ, ജൂബി, സിസ്റ്റർ സേന, മരുമകൻ സിൻറ്റു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തിയിൽ മുന്തിരിപ്പെട്ടിയിൽ ഒളിപ്പിച്ചു കടത്തിയ 2600 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക അവഗണനകൾക്കെതിരെ നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് കേരളോത്സവം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് SI സുനിൽകുമാറും സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ 2 ബൈക്ക് മോഷ്ടാക്കൾ പിടിയിലായി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.